ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും തളർന്നുപോയിരിക്കുന്ന മരണക്കിടക്കയിൽ കിടക്കുന്ന സഹോദരന്മാരോടും സഹോദരങ്ങളോടും ഒരു കാര്യം പറയട്ടെ. ദൈവം നിങ്ങളുടെ ആയുസ് പിന്നെ ദീർഘമാക്കുവാൻ വേണ്ടി വേദപുസ്തകത്തിൽ ഒരു അടയാളം നമുക്ക് നൽകുന്നുണ്ട്. വേദപുസ്തകത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകുന്നുണ്ട്. പഴയ നിയമഗ്രന്ഥത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവുണ്ട്. ആ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് ദീനമായി കിടപ്പിലായിരിക്കുകയാണ്. ആ ദേശത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ആ കൊട്ടാരത്തിൽ വന്ന് പറയുകയാണ്, ഹിസ്കിയാവേ, നീ മരിച്ചു പോകും, നീ സൗഖ്യമാകുകയില്ല എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തുന്നു. ഹിസ്കിയാവ് മുഖം ചുമരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതാ ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഓർക്കണമേ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധാനത്തിങ്കൽ ഹിസ്കിയാവിനെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഹിസ്കിയാവിനെ പറ്റി ഓർക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ഓർത്തത്, തനിക്ക് രാജാവായിട്ട് അധികാരം കിട്ടിയ ആദ്യ മാസം ഒന്നാം തീയതി തന്നെ ഹിസ്കിയാവ് തൻ്റെ ആരാധനാലയത്തിൻ്റെ കാലങ്ങളായിട്ട് അടഞ്ഞുകിടന്ന ആരാധനാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ആരാധനാലയം നല്ല ഭംഗിയാക്കി ആരാധന സ്ഥാപിച്ചു. യഹൂദയിലെ 10 ഗോത്രങ്ങളിലുമുള്ള എല്ലാവരെയും കൂട്ടിവരുത്തി ശലോമോന്റെ കാലത്തോളം വരുന്ന അല്ലെങ്കിൽ ശലോമോന്റെ കാലശേഷം മനോഹരമായ നിലകളിൽ പെസഹ അവിടെ ആരംഭിച്ചു. ലേവ്യരായിരിക്കുന്നവരെ പുരോഹിതന്മാരാക്കി നിയമിച്ചു. ആരാധനാലയം വളരെ മനോഹരവും വളരെ ഭംഗിയുള്ളതും അവിടെ ആരാധിക്കാൻ വരുന്നവർക്ക് ആശ്വാസവുമായി തീർന്നു. അങ്ങനെ തൻ്റെ അധികാരം കിട്ടിയ കാലഘട്ടത്തിൽ ആദ്യം തന്നെ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഈ ഹിസ്കിയാവ് ചെയ്ത പ്രവൃത്തികളെ ദൈവം ഓർത്തു. ദൈവം പറഞ്ഞു, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം ഞാൻ നീട്ടി നൽകിത്തരും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക വ്യക്തി ജീവിതങ്ങൾ രോഗക്കിടക്കയിലായിരിക്കുന്നവരുണ്ട്. വിശ്വാസത്തിൻ്റെ നല്ലൊരു സമയം നല്ലപോലെ ഓടി പൊരുതി നിന്നവർ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ അവർ പലപ്പോഴും തളർന്നു പോകാറുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സഹോദര തളരണ്ട, സഹോദരി തളരണ്ട, മാതാവേ തളരണ്ട, പിതാവേ തളരണ്ട. നിങ്ങൾക്ക് ആശ്വാസകനായിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ ഓർക്കും. നിങ്ങൾ ദൈവത്തോട് എന്നെ ഓർക്കണമേ എന്ന് നിങ്ങൾ നിലവിളിച്ചാൽ, ഓർക്കണമേ എന്ന് ദൈവത്തോട് കരഞ്ഞാൽ, ദൈവം നിങ്ങളെ ഓർത്ത് നിങ്ങളെ ആയുസ്സിനെ വർദ്ധിപ്പിച്ച് നൽകി തരുമെന്ന് വചനം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. വചനം അടിവരയിട്ട് ഉറപ്പിക്കുന്നത്, മരിച്ചു പോകുന്ന ഹിസ്കിയാവിന് 15 സംവത്സരം ദൈവം നീട്ടിക്കൊടുത്തെങ്കിൽ ഇന്ന് ഈ സമയം എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, യൂട്യൂബിൽ കൂടി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ് പിന്നെയും വർദ്ധിപ്പിക്കുമെന്ന് വചനം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കരയാൻ തയ്യാറുള്ള, ദൈവത്തിൻ്റെ സന്നിധാനത്തെ നിലവിളിക്കാൻ തയ്യാറുള്ളവരെ ദൈവം അവൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിച്ചവനെ അനുഗ്രഹിക്കുമെന്ന് കൃപാലുവായ ദൈവം അരുളി ചെയ്യുകയാണ്. ദൈവം തന്നെയാണ് പറഞ്ഞത്, ഹിസ്കിയാവേ നീ മരിച്ചു പോകുമെന്ന് പ്രവാചകനോട് പറഞ്ഞു കൊടുത്തത്. ആ ദൈവം തന്നെ ഹിസ്കിയാവിനെ ഓർത്തപ്പോൾ അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടി. ദൈവം എത്ര കൃപാലുവാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം, യഹോവയായ ദൈവം, നമ്മുടെ കർത്താവ് നമ്മളെ സകല വിധത്തിൽ നിന്നുള്ള പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുമെന്ന് ഈ ഭാഗം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.